നമുക്കിവിടെ നിൽക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കുക, ഇവരൊക്കെ സ്ഥിരമായി ഇവിടെ എത്തുന്നവരാണെന്ന്. ഇവിടെ എല്ലാ കാണുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. എവിടെ ഇവിടെ തന്നെയാണ്. ഇന്നത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഇന്നത്തെ ചടങ്ങുകളൊക്കെ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 1000 ആയിരത്തിലധികം ആൾക്കാർ ഇവിടെ എത്തും എല്ലാ വർഷവും. എത്ര ആനകളാണ്? ആനകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 60 ആനകളുണ്ട്. 60 ആനകളും എല്ലാവരും ഇവിടെ എത്തി. ഓക്കെ, താങ്ക് യു. ഇവിടുത്തെ ഒരു ഭാരവാഹി കൂടിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എവിടെന്നാ വരുന്നത്? ഞാൻ പാലക്കാട് നിന്ന് വരെയാണ്. ഞാൻ വർക്ക് ചെയ്യുക അവിടെ തൃശ്ശൂർ വർക്ക്. ഞാൻ ഇത് രണ്ടാമത്തെ വർഷമാണ് ഈ ആനയൂട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി രാവിലെ 8 മണിക്ക് ഡ്യൂട്ടി കയറണം. അപ്പോൾ ഇങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് പോകാണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ആനപ്രേമി കൂടിയാണ്. അതെ, ആനപ്രേമി, നല്ലൊരു ആനപ്രേമിയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് രണ്ടാമത്തെ വർഷം ഇത് വരുന്നുണ്ട്. ആനയൂട്ട് കാണാൻ വേണ്ടി വന്നാണ്. ആനയെ ഊട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഊട്ടിയില്ല, ആദ്യമായിട്ടാണ്. ഊട്ടം നോക്കുന്നുണ്ട്, കിട്ടിയാൽ നമ്മൾ കൊടുക്കും. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്ന ഭക്തർക്ക് പോലും ആനകളെ ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഇവിടെ എത്തുകയും അത് വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ആളുകൾ അതിനെ കണക്കാക്കുകയും ചെയ്യുന്നത്. ശ്രീജ, എന്തായാലും 9 മണിയോടുകൂടിയാണ് ഈ ആനയൂട്ട് ആരംഭിക്കുക. നമുക്ക് ഇവിടുത്തെ ഭാരവാഹികളോട് തന്നെ ചോദിക്കാം. ഇത്തവണ വലിയൊരു ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഒരുക്കങ്ങളെല്ലാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പിന്നെ രാമായണ മാസത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ വെച്ചാൽ ശരിക്കും രാമായണ മാസത്തിൽ വടക്കുന്നതിൻ്റെ വന്ന് ഗണപതിക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആ മാസം വളരെ പഞ്ഞമാസം എന്നാണ് പറയാറ്. പക്ഷേ ഈ ആ മാസം വളരെ നന്നാവും. ഇപ്രാവശ്യത്തെ പ്രത്യേകത വെച്ചാൽ ഗജപൂജയും കൂടി ഉണ്ട്. പ്രത്യക്ഷമായിട്ട് ഗണപതിനെ ഇരുത്തി പൂജിക്കുകയാണ്. അപ്പോൾ അത് കാണാനും അത് തൊഴാനും പ്രത്യേകമായിട്ട് പൂജയും ഈ ഗണപതിക്ക് ആഹാരം കൊടുത്താൽ വളരെ സന്തോഷമാണ്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും 66 ആനയുണ്ട്. പ്രാവശ്യം വളരെ നല്ല രീതിയിലാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ആളുകൾക്ക് ഈ ആന ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും എൻ്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 4 മീറ്റർ 4 അടി മാറ്റി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ഇപ്പുറത്തൊന്നും ആനയ്ക്ക് കൊടുക്കാം. ആനയുടെ അടുത്ത് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത് ആനകൾ വരുന്ന സമയമാണ്. അപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും എല്ലാം മാറ്റി ഒരുമാതിരി ആൾക്കാർക്കൊക്കെ കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് ചികിത്സ അല്ലേ ആനയുടെ? അത് നാളെ തുടങ്ങും. നാളെ ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന് 5 ആനയുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ തുടങ്ങി. നമ്മുടെ ഗുരുവായൂരിന് ശരിക്കും ആനയുടെ പുറത്തേക്ക് വിടാറില്ല. വടക്കുന്നവൻ ആനയൂട്ടിന് മാത്രം അവർ 7 ആനേനെ വിട്ടുതരുന്നുണ്ട് ഇപ്രാവശ്യം. അതും ഒരു പ്രത്യേകതയാണ്. അത് ഗുരുവായൂരിന് ശരിക്കും ആനയുടെ ചികിത്സ തുടങ്ങിയാൽ പുറത്തേക്ക് വിടാറില്ല. ഇവിടേക്ക് മാത്രമായിട്ടാണ് പറഞ്ഞു വിടുന്നത്. 7 ആന വരുന്നുണ്ട്. ഈ മഴ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മഴ ഉണ്ടെങ്കിലാണ് ആനയൂട്ടാവുള്ളൂ. നമുക്ക് എന്താ ഇത്രയധികം ആനകൾ ചമയങ്ങളില്ലാണ്ട് ആനകളുടെ എന്താ വെച്ചാൽ എല്ലാ ആനകളും ഒരേ രീതിയിൽ കാണുന്നു. ഇവിടെ മാത്രമേ പറ്റുള്ളൂ. 66 ആന ഒരേ സ്ഥലത്ത് ആടെ ആഭരണങ്ങളില്ലാതെ. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ നെറ്റിപ്പട്ടവും കുടയും കോലമൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ല. ആനകളെല്ലാം ശരിക്കും അതേ രീതിയിൽ മഴ കൊണ്ട് കാട്ടിൽ നിൽക്കുന്ന സുഖത്തിൽ ആനകൾ നിൽക്കുക. പിന്നെ വിഭവസമൃദ്ധമായൊരു സദ്യയുണ്ട് മഴ കഴിഞ്ഞാൽ. ശരി, നന്ദി. ശ്രീജ, നമുക്ക് ആനയെ കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. നമ്മൾ എത്ര വേണമെങ്കിലും മടുക്കാതെ നോക്കി നിൽക്കുന്ന ഒരു മൃഗമാണ് ആന. അപ്പോൾ ഈ 68ഓളം ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ അതിനെ നമുക്ക് എത്രമാത്രം കണ്ണിനൊക്കെ വലിയ ഒരു കാഴ്ചയാണ്. വലിയൊരു മനസ്സിന് തന്നെ വലിയൊരു സന്തോഷമാണ് ഇത്രയും ആനകൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോൾ ആനകൾ ഓരോന്നായി നിരന്ന് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഈ ഗജപൂജയാണ്. 4 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഗജപൂജ ഇന്നുണ്ട്. അതിൽ പിടിയാനകളും ഉണ്ടെന്നുള്ളത് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഈ ഗജപൂജകൾക്ക് ശേഷമാണ് 9:30 ആനയൂട്ട് നടക്കുക. അത് കാണുന്നതിന് വേണ്ടി 10,000-കണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. കാരണം തൃശ്ശൂർ പൂരം പോലെ തന്നെ തൃശ്ശൂർക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഈ ആനയൂട്ട് ദിവസം. അങ്ങനെ ആനകൾക്ക് ആനയെ ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും ഭക്തർക്കുണ്ട്. അത് തന്നെ വലിയ ഭാഗ്യമായി കരുതി എല്ലാ വർഷവും സ്ഥിരമായി വരുന്ന ആളുകളുമൊക്കെ ഉണ്ട്. നമുക്ക് കാണാം, ഓരോരുത്തരും ഇവിടെ രാവിലെ വന്ന് അമ്പലത്തിൽ തൊഴുതതിന് ശേഷമാണ് ഈ ആനയൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ. ആനകളൊക്കെ നിരന്ന് നിൽക്കുന്ന 68ഓളം ആനകൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ വലിയ സന്തോഷവും വലിയൊരു മനസ്സിന് തന്നെ വലിയൊരു കുളിർമയും നൽകുന്ന കാഴ്ചകൾ തന്നെയാണ്. ആളുകളൊക്കെ ഇവിടെ എത്തി. ഇവിടെ ആനയൂട്ടിന് വരുന്ന ആനകളെ കൊണ്ടുവരുന്നത് പോലും വലിയ ഭാഗ്യമായിട്ടാണ് ഈ ആന ഉടമകളും പാപ്പാന്മാരും ഒക്കെ കരുതുന്നത്.
അത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു ആനയൂട്ടാണ് ഇന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുക. അതിനുശേഷം ഭക്തർക്ക് അന്നദാനമുണ്ട്. മുഖ്യ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ആനയൂട്ടിൻ്റെ ചടങ്ങുകളെല്ലാം ആരംഭിക്കുക. ഭക്തർക്കും ആനയെ ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ശ്രീജ, ആനയെ പേടിയുണ്ടോ? ആനയെ ചെറിയ പേടിയുണ്ട്. ആനയെ ഊട്ടാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു അടുത്ത ചോദ്യം, അതാണ്. പക്ഷേ തൽക്കാലം ചെറിയ പേടിയുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിനുള്ള ധൈര്യം കാണിക്കില്ല എന്ന് ഞാനങ്ങ് ഊഹിക്കുകയാണ്. എന്തായാലും അതൊരു മനോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ച കാണുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം. 68 ആനകൾ. ഈ ആനപ്രേമികളെ സംബന്ധിച്ച് ആന അണിഞ്ഞൊരുങ്ങി വരുന്നതും അവർക്ക് വലിയ സന്തോഷമുള്ളതാണ്. അങ്ങനെ ചമയങ്ങളില്ലാതെ ആനയെ കാണുക, ആനയുടെ ആ സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറയുന്നതും ആനപ്രേമികളെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷമാണ്. അങ്ങനെ ഏതാണ്ട് 10,000-കണക്കിന് ആനപ്രേമികൾ അവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആനയ്ക്കുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയത് കാണുന്നുണ്ട്. അതിന് മീതെ ഇരിക്കുന്ന ഉണ്ണിയപ്പം ആണ് ഞാൻ പ്രധാനമായും ശ്രദ്ധിച്ചത്. എന്തൊക്കെ വിഭവങ്ങൾ അവിടെ നവമിക്ക് എന്താ കാണാൻ പറ്റുന്നത്? ശ്രീജ, അത് വലിയ ഒരുക്കങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി ആനയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കി. അതിലെ കണക്കുകൾ ഇങ്ങനെയാണ്: 1,08,000 നാളികേരം, 2,500 കിലോ ശർക്കര, 200 കിലോ നെയ്യ്, 100 കിലോ അവില്, 100 കിലോ മലര്, തേൻ, നാരങ്ങ എന്നിവ ഉപയോഗിച്ചുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമ പ്രസാദം അത് പൂജയ്ക്ക് ശേഷം ഇവിടെ എത്തുന്ന ഭക്തർക്ക് നൽകും. ഒപ്പം ആനയൂട്ടിലും ഇതുപോലെ വലിയ വിഭവ സമൃദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആനയ്ക്കും നൽകുന്നത്. ഞാൻ അവിടെ ഉണ്ണിയപ്പം കണ്ടില്ല. ഞാൻ കുറച്ച് പുറകിൽ നിന്നതുകൊണ്ട് ശ്രീജ കണ്ട അത്ര വിഷ്വലിൽ എനിക്ക് കൃത്യമായിട്ട് ഉണ്ണിയപ്പം കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളിവിടെ നിന്നപ്പോൾ ഇവിടുത്തെ ഭാരവാഹി വന്ന് പറഞ്ഞിരുന്നു, ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അവിടെ ആഹാരം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടതോടുകൂടി ഞാൻ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നോക്കാൻ നിന്നില്ല. വലിയ ഉരുളിയുടെ ഒത്ത നടുക്ക് ഉണ്ണിയപ്പം ഉണ്ട് നവമി, ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഒന്ന് നിന്നാൽ ചിലപ്പോൾ ഉണ്ണിയപ്പം ഒക്കെ കിട്ടും. ഈ വടക്കുന്നാഥന്റെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉണ്ണിയപ്പം പാഴ്സലാക്കി വടക്കുന്നാഥന്റെ അമ്പലത്തിൽ ചെന്ന് നമ്മൾ കിട്ടുമെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് ശ്രീജയുടെ പേരിൽ തന്നെ അങ്ങോട്ടേക്ക് അയച്ചേക്കാം. ശരി, അതിങ്ങോട്ട് എത്താൻ ഇത്തിരി താമസം എടുക്കും, കുഴപ്പമില്ല. പക്ഷേ വടക്കുന്നാഥന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ പൂജ കഴിഞ്ഞ് ഈ ഉണ്ണിയപ്പം തരും. അതൊരു പ്രത്യേക ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ് എന്ന് മാത്രം ഞാൻ നവമിയെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അത് കിട്ടുമെങ്കിൽ വാങ്ങി കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അപ്പോൾ വളരെ വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. 68 ആനകൾക്കുള്ള ആനയൂട്ടാണ് ഇന്ന് അവിടെ നടക്കുന്നത്. 50,000-ത്തിലധികം ആളുകൾ എത്തും എന്നൊക്കെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അവർക്കൊക്കെയായി അവിടെ അന്നദാനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കാഴ്ച കാണുക എന്നത് തന്നെ പ്രധാനമാണ്. ഇത്രയേറെ ഗജവീരന്മാർ ഒന്നിച്ച് നിൽക്കുന്ന ഈ കാഴ്ച തന്നെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ കർക്കിടകം 1 ഇന്ന് അവിടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ ചടങ്ങുകളൊക്കെ തുടങ്ങി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആ കാഴ്ച മുഴുവൻ ആസ്വദിക്കൂ നവമി. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്.